ഹലോ. നമുക്കേ ഇന്ന് ഇച്ചിരി അരിയും ഗോതമ്പും ഒക്കെ ഇരിപ്പുണ്ടേ. അതെല്ലാം കൂടെ ഒന്ന് കഴുകി ഉണക്കി പൊടിക്കണേ. അതിന് വേണ്ടി എടുക്കും. എന്നും ഓർക്കും കഴുകിയിടാം എന്ന് ഓർത്ത്, പക്ഷേ മടിച്ചിരിക്കും. ഇപ്പോൾ ഉണ്ടായിരുന്ന പൊടിയെല്ലാം തീർന്നപ്പം മടിയെല്ലാം മാറ്റി വെച്ച് അങ്ങ് എടുക്കുവാണേ. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതാണേ. 3 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. എല്ലാ മാസവും ഓരോ കിലോ വീതം കിട്ടുന്നത് എടുത്ത് മാറ്റി വെച്ചിരുന്നതാണേ. പക്ഷേ ഇത് ഒന്ന് പേറ്റിയൊക്കെ എടുത്ത് വെച്ചത് കാരണം ഇപ്പം കഴുകാൻ നേരത്തെ സുഖമുണ്ട്. അല്ലെങ്കിൽ മൊത്തം അഴുക്കായിരുന്നു. പേറ്റിയപ്പം തന്നെ മൊത്തം പൊടിയും ഈ ഉമ്മിയൊക്കെ ആയിരുന്നു കൂടുതലും. അഴുക്ക് ഗോതമ്പും കല്ലും മണ്ണും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കറിയാവുന്ന പോലെല്ലാം പേറ്റിയെടുത്തേ. അങ്ങനെ അതുകൊണ്ടിപ്പം വലിയ അഴുക്കില്ല കഴുകാൻ നേരത്ത്. അല്ലെങ്കിൽ നമ്മൾ കഴുകുന്നതിനനുസരിച്ച് ചെളി പൊങ്ങി വരും. കറുത്ത കളറിലെ വെള്ളം ഇരുന്നുകൊണ്ടിരുന്നത്. എന്നാലും ഇപ്പോഴും ഉണ്ട് കേട്ടോ, മേളിൽ പൊങ്ങി കിടക്കും അഴുക്ക് ഗോതമ്പെല്ലാം. ഇതൊരു 6-7 പ്രാവശ്യം കഴുകിയാലും ശരിയാകത്തില്ല, അതുപോലെ അഴുക്കായിരുന്നു. അങ്ങനെ നമുക്ക് മനസ്സിന് തൃപ്തി വരുന്നിടം വരെ നമ്മളൊന്ന് കഴുകിയെടുത്തേ. നമ്മളിവിടെ കൂടുതലും നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടാപ്പൊടിയിനേക്കാളും ഒക്കെ നല്ലത് നമ്മളിങ്ങനെ പൊടിപ്പിച്ചെടുക്കുമ്പം അതിനൊരു പ്രത്യേക മനസ്സിനൊരു സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇതിപ്പം ഇടാൻ വന്നപ്പോൾ 2 കിലോ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഇപ്പം വെയിലില്ലേലും ഇച്ചിരി രാവിലെ അങ്ങ് കഴുകി ഇടുവാണേ. കുറച്ച് കഴിഞ്ഞ് ഇവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് കഴുകിയിട്ട് വെയിൽ വരുമ്പം അങ്ങ് ഇതായിക്കോളുമല്ലോ. അന്നേരം ആ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിൽ പച്ചരി, ഇത് പിറ്റേ ദിവസമാണ്, പച്ചരിയും കൂടെ അങ്ങ് കഴുകി ഉണക്കാനായിട്ട് ഇടുവാണേ. അന്നേരം എന്നോടിങ്ങനെ അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ അരിക്കകത്തൊക്കെ ഈ ചെള്ള് കയറുന്നതിനകത്ത് വേപ്പില ഇട്ട് വെച്ചാൽ കയറത്തില്ലെന്ന്. പക്ഷെ ഒത്തിരി കുറവുണ്ടെന്നാലും ചെള്ളുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ കുറച്ച് പച്ചരി എടുത്തിട്ട് അതിനകത്ത് ആ ഇലയെല്ലാം പെറുക്കി കളഞ്ഞിട്ട് ഇതും ഒത്തിരിയും പ്രാവശ്യം ഇട്ട് കഴുകണം, എന്നാലേ ഇതും ശരിയാകത്തുള്ളൂ. പിന്നെ നമ്മൾ പച്ചരി പൊടിപ്പിക്കുമ്പോഴേ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ നല്ലതായിട്ട് കഴുകി ഉണക്കി പൊടിപ്പിക്കത്തുള്ളേ. നമ്മൾ ഈ വറുത്തെടുക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ പൊടിച്ചിട്ട് ഇത് വറക്കും. നമ്മുടെ ഇവിടെ വറക്കത്തില്ല. വറുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പൊടിയൊന്നും കേടാകത്തില്ല, നല്ലതായിട്ട് തന്നെ ഇരുന്നോളും. പക്ഷെ നല്ലതായിട്ട് ഉണങ്ങണം, വെള്ളമായി ഒട്ടും പറ്റത്തില്ല. 2 ദിവസമൊക്കെ നല്ലതായിട്ട് വെയിലത്തിട്ട് ഉണക്കുവാണെങ്കിൽ പൊടി ഇരുന്നോളും, വറക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ എല്ലാം ഉണക്കിയെടുത്ത് പൊടിച്ച് വെച്ചേ. ഇത് വേറൊരു ടിന്നിനകത്ത് ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അന്നേരം നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.